ഉറക്കത്തിൽ കുട്ടികൾ ഞെട്ടി ഉണർന്ന് കരയുന്നു. പ്രതിവിധി എന്താണ് ഉസ്താദെ? ഒരുപാട് ആളുകൾ എന്നും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ ഞെട്ടി ഉണർന്ന് കരയുന്നു. ഇതിന് പ്രധാനപ്പെട്ട പ്രതിവിധി പറയുന്നതിന് മുമ്പ് ഇതിന് പ്രധാനപ്പെട്ട കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക്, വീടിന് പുറത്തേക്ക്, മുറ്റത്തൊക്കെ കളിക്കാൻ വിടുന്നത് ആ സമയത്ത് പിശാച് കറങ്ങി നടക്കുന്ന സമയമാണ്. അത് നമ്മുടെ കുഞ്ഞിനെ ശരിക്കും പേടിക്കാനും കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനൊക്കെ കാരണമാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ശൈത്താൻ ഏറ്റവും ഇഷ്ടം കുഞ്ഞുങ്ങളെയാണ്. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് മുതിർന്ന ആളുകളെ അവരുടെ ഇബാദത്ത് നശിപ്പിക്കുക. അതുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് കൂടെ കയറി വരും. നോമ്പ് തുറക്കുന്ന സമയത്ത് അതുവരെ എവിടെയൊക്കെ പോയി കളിച്ചാലും ബാങ്ക് കേൾക്കാറാകുമ്പോൾ ഒരു 10-12 കൂടെ അടുക്കളയ്ക്കകത്ത് കയറി പിഴിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങ വെള്ളം തട്ടിക്കളഞ്ഞ്, ജ്യൂസ് തട്ടിക്കളഞ്ഞ്, കറണ്ടി കൊടുത്തിരുന്ന വേറ് വലിച്ചെടുത്ത് കളഞ്ഞ്, ഈത്തപ്പഴവും പാത്രവും തട്ടിമറിച്ച് ആകെ ബഹളാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രധാനപ്പെട്ട കബൂലിയത്തിൻ്റെ സമയം എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കാനുള്ള ഒരു ശൈത്താനികമായ ഒരു ശ്രമമാണ്. അപ്പോൾ അതുണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ കൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ സലാത്ത് ഇല്ലിപ്പിക്കുക, അവരെ കൊണ്ട് ആയത്തിൽ കുറിച്ച് പറഞ്ഞ് അറിയാന്നുള്ളവരെ കൊണ്ട് അങ്ങനെ. ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ അല്ലാഹുമ്മ ബിസ്മിക അമൂത്ത് വഹിയൊക്കെ പറയുമല്ലോ, ഇതൊക്കെ പറയുക. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസൊക്കെ ഓതി അവരുടെ ശരീരത്തൊക്കെ ഒന്ന് തടവി, ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ കിടത്താൻ. ഒരു കാരണവശാലും അങ്ങനെ കിടത്തി ഉറക്കുന്ന മക്കൾ രാത്രിയിൽ ഞെട്ടി ഉണരൂല. എന്നിട്ട് ഞെട്ടി ഉണർന്നെങ്കിൽ അതിന് വലിയ വലിയ പ്രതിവിധികൾ നാം വേറെ തേടേണ്ടത്. സാധാരണ ഞെട്ടി കൃത്യമായിട്ട് ഉണരുന്ന കുഞ്ഞുങ്ങൾക്ക് 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞ് തലയിൽ മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ്. മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് 13 പ്രാവശ്യം പറഞ്ഞ് തലയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയാവുന്നതാണ്. പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് പിശാചിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാം. കുഞ്ഞു നാവ് കൊണ്ട് തന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാം. അതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കിടത്തി ഉറക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല. അധികം സ്വലാത്ത് ചെല്ലിപ്പിക്കുക. നമ്മളൊക്കെ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് നിസ്കരിക്കുന്ന സ്ഥലത്തോ മുസല്ലയിലോ നിസ്കാര റൂമിലോ ഒക്കെ കൊണ്ടുവന്നിരുത്തി അവരെ കൂടി അതൊക്കെ ശീലിപ്പിക്കുമ്പോൾ ഈ പൈശാചികമായ ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകളെ പതിയെ പതിയെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്നതാണ്.